കഴിഞ്ഞ എപ്പിസോഡിൽ മാസൻ എന്ന ശവക്കല്ലറക്കള്ളന്റെ കഥയായിരുന്നു നമ്മൾ കേട്ടത്. ഇനി ഈ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥ എന്താണെന്നറിയാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളിപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല കാരണങ്ങളും കൊണ്ട് തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത്. ഇനി അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്ത സപ്പോർട്ട് വീണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു: ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വർഷം 1977. ബേലിൻ എന്ന നഗരത്തിലെ ഒരു സ്വർണ്ണഖനി കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ ധാരാളം പണിക്കാർ പണിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് തൊഴിലാളികൾ ലിഫ്റ്റിൽ കയറി ഖനിയുടെ അടിയിലേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ ലിഫ്റ്റിന് മുകളിലേക്ക് ഒരാൾ ചാടി വീഴുന്നു. അയാളെ കണ്ട് ലിഫ്റ്റിലുള്ളവരെല്ലാം മുകളിലേക്ക് നോക്കി, "നീ എന്തായി ചെയ്യുന്നത്? ലിഫ്റ്റിന് മുകളിൽ അങ്ങനെ നിൽക്കലേ, അവിടെ നിന്ന് ഇറങ്ങിപ്പോ" എന്നെല്ലാം അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ലിഫ്റ്റ് അടിയിലെത്തിയതും എല്ലാവരും ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ലിഫ്റ്റിന് മുകളിലുണ്ടായിരുന്നവൻ അതിന് മുകളിൽ നിന്നും ചാടി താഴേക്കിറങ്ങുന്നു. എന്നിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് നടക്കുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു വലിയ പന്ത് പോലെ തോന്നിക്കുന്ന ഒരു ഉരുണ്ട സാധനവും ഉണ്ടായിരുന്നു. കണ്ണൂരുകാരനായോണ്ടായിരിക്കണം, അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ബോംബിന്റെ ചൊവ. പെട്ടെന്ന് തന്നെ അയാൾ ആ സാധനം തൊഴിലാളികളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നും ഓടുന്നു. ആൾക്കാർക്കൊന്ന് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അത് ബോംബ് തന്നെയാണ്. കണ്ണൂരുകാരനായോണ്ട ഗുണം കണ്ട. ആ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ നഗരത്തിന്റെ മറ്റൊരു ഭാഗമാണ് കാണിക്കുന്നത്. അവിടേക്കൊരു വയസ്സൻ ബസ്സിൽ വന്നിറങ്ങുന്നു. അയാളെ കാണുമ്പോൾ തന്നെ ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിതനായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാവും. അയാൾ ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരന്റെ പേര് കാൾ എന്നാണ്, ഡോക്ടർ കാൾ. അയാൾ എങ്ങോട്ടോ കുറച്ചു ദൂരം നടക്കുന്നു. അപ്പോഴേക്കും അയാൾക്ക് നല്ലപോലെ ക്ഷീണം തോന്നുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അയാൾ നടന്ന് ആ നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. അവിടെ നേറ്റ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു. കാളിനെ കണ്ടതും നേറ്റ് അയാളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നേറ്റും കാളും സുഹൃത്തുക്കളാണ് കേട്ടോ. ശരിക്കും കാൾ മറ്റൊരു നഗരത്തിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. നേറ്റ് വിളിച്ചിട്ടാണ് ഇപ്പോൾ അയാൾ ഈ നഗരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, ഇവിടുത്തെ ഒരു ഖനിയിൽ സ്ഫോടനം നടന്നിരുന്നു എന്ന്. അതിൽ 10 പേർ മരണപ്പെട്ടിരുന്നു. അവരുടെ ബോഡിയെല്ലാം നീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് നേറ്റ് കോളിനോട് പറയുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിരുന്നു നീ എന്നോട് വേഗം വരണമെന്ന് പറഞ്ഞത്? ഇവിടെ വേറെ ഡോക്ടർമാരൊന്നുമില്ലേ? കാൾ ചോദിക്കുന്നു. ഡോക്ടർമാരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ റിപ്പോർട്ടിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. എനിക്ക് ആ 10 ബോഡിയിലും ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. നേറ്റ് പറയുന്നു. സംശയമുണ്ടെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കാൾ അവനോട് ചോദിക്കുന്നു. അപ്പൊ നേറ്റ് ആ നഗരത്തിൽ മുൻപ് നടന്ന ഒരു സംഭവം പറയുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് ഈ നഗരത്തിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് കാണാതായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ആഴ്ച വേറൊരാളെയും കാണാതായി. അങ്ങനെ ഒരു മാസത്തിനിടയിൽ 6ഓളം പേരെയാണ് ഇവിടെ നിന്നും കാണാതായത്. തുടർന്ന് ഞങ്ങൾ വലിയൊരു അന്വേഷണം നടത്തി എന്ന് നേറ്റ് പറയുന്നു. ശേഷം 2 മാസങ്ങൾക്ക് മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് കഥയാണ് കാണിക്കുന്നത്. കുറെ പോലീസുകാരും നാട്ടുകാരും അടങ്ങുന്ന ഒരു വലിയ സംഘം കാണാതായ ആളുകളെ അന്വേഷിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു കാട്ടിലേക്ക് പോകുന്നു. അവരുടെ കൂട്ടത്തിൽ നമ്മുടെ നേറ്റും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് കാണാതായവരെ കാട്ടിൽ തിരയുകയാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരനായ ഒരു പയ്യൻ നേറ്റിന്റെ അടുത്തേക്ക് വരുന്നു. "സാറേ, അവിടെയുള്ള ആ മരത്തിൽ ഒരു ചാക്ക് കിടക്കുന്നുണ്ട്" എന്ന് പയ്യൻ നേറ്റിനോട് പറയുന്നു. ഉടനെ തന്നെ കൂടെയുള്ള കോൺസ്റ്റബിൾമാരെയും കൂട്ടി നേറ്റ് ആ ചാക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മരത്തിൽ തൂക്കിയിട്ടിരുന്ന ആ ചാക്ക് പോലീസുകാർ താഴെ ഇറക്കുന്നു. അപ്പോഴേക്കും ആ ചാക്കിൽ നിന്നും ഒരു ചീഞ്ഞ മണം അവിടെയെല്ലാം പരക്കാൻ തുടങ്ങി. മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് പോലീസുകാർ ചാക്ക് തുറക്കുന്നു. അതിൽ ചീഞ്ഞ് നാറിയ ഒരു ഡെഡ് ബോഡി. ഈച്ചകൾ മുഴുവനായും പൊതിഞ്ഞ ആ ഡെഡ് ബോഡിയിൽ ഒരിറ്റ് ചോര പോലും ഉണ്ടായിരുന്നില്ല. അത് എല്ലാവർക്കും ഒരു അതിശയമായി തോന്നിയിരുന്നു. അല്പസമയത്തിന് ശേഷം ആ ബോഡി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരാൾ വരികയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. നേറ്റാവട്ടെ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്ന 2 പേരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ 2 പേരും ആ നഗരത്തിലെ നല്ല ഷാർപ്പ് ഷൂട്ടർമാരാണ്. ഷാർപ്പ് ഷൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഗറിലെ സ്റ്റാക്കിലെ ഷാർപ്പ് ഷൂട്ടറെയാണ് എപ്പോഴും ഓർമ്മ വരിക. പക്ഷേ ഇവരതുപോലെയല്ല കേട്ടോ. ഏത് മൂലയിൽ നിന്നാലും അവർക്ക് ആരെ വേണമെങ്കിലും കൃത്യമായി വെടിവെക്കാൻ കഴിയുമായിരുന്നു. ഈ സീനിൽ ഇപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, കാണാതായ ഒരുപാട് ആളുകളുടെ ബോഡികൾ ഇനിയും പോലീസിന് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോഡികൾ, നേരത്തെ നമുക്ക് ഒരു ബോഡി കിട്ടിയില്ലേ ചാക്കിൽ കെട്ടിയിട്ട്, അതുപോലെ തന്നെ മരത്തിൽ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ കില്ലർ വരുമെന്ന് പോലീസ് കരുതുന്നു. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അപ്പം തന്നെ വെടിവെച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷൂട്ടർമാരെ നേറ്റ് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ശേഷം നേറ്റ് അവർ നിൽക്കേണ്ട ഓരോ പൊസിഷനുകളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം അവർക്ക് നിർദ്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഡിയോ ഫോണും നൽകുന്നു. "ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്, കുറച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുണ്ട്. രാത്രിയാവുമ്പോൾ ഞങ്ങൾ വരാം. സംശയമുള്ള ആരെയെങ്കിലും കാണാൻ ഇടയാവുകയാണെങ്കിൽ ഞങ്ങളെ ഉടനെ വിവരം അറിയിക്കണം" എന്ന് പറഞ്ഞ് നേറ്റും പോലീസുകാരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സമയം രാത്രിയായി. നേറ്റും ഒരു കോൺസ്റ്റബിളും കാറിൽ കാട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഷാർപ്പ് ഷൂട്ടറോട് വാക്കി ടോക്കിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരാൾ പോലും അവരുടെ കോൾ എടുത്തില്ല. അതോടെ അവർക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് നേറ്റിന് മനസ്സിലാവുന്നു. അങ്ങനെ അവരെ അന്വേഷിച്ച് നേറ്റും കോൺസ്റ്റബിളും കൂടി വേഗം കാടിനുള്ളിലേക്ക് ചെല്ലുന്നു. തിരച്ചിലിനിടയിൽ അവർ ഷൂട്ടർക്ക് കൊടുത്ത വാക്കി ടോക്കി വീണ് കിട്ടുന്നു. മാത്രമല്ല ആ കോൺസ്റ്റബിളിന് ഷാർപ്പ് ഷൂട്ടറുടെ ജാക്കറ്റും ലഭിക്കുന്നു. ഇതൊക്കെ കിട്ടിയെന്നല്ലാതെ അവർക്ക് ഷൂട്ടർമാരെ ആരെയും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് അവർക്ക് വലിയ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് നേറ്റിന് മനസ്സിലാവുന്നു. അങ്ങനെ മറ്റുള്ളവരെ പോലെ ആ ഷാർപ്പ് ഷൂട്ടർ
ഡോക്ടർമാരെയും കാണാതായി. ഇതാണ് നമ്മുടെ നേറ്റ് കാളിന് പറഞ്ഞു കൊടുക്കുന്നത്. കാൾ, രക്തമില്ലാത്ത ഒരു ബോഡി കാട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്കൊരു കോൾ വന്നിരുന്നു. തൊട്ടപ്പുറത്തെ ജില്ലയിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ആ കോൾ. അവരുടെ നഗരത്തിൽ നിന്നും 3 മാസങ്ങൾക്ക് മുമ്പ് ഒരാളെ കാണാതായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം രക്തമൊന്നുമില്ലാത്ത അയാളുടെ ബോഡിയും അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടുകയായിരുന്നു. ഞങ്ങൾക്കും അങ്ങനെ ഒരു ബോഡി കിട്ടിയെന്ന് അറിഞ്ഞതുകൊണ്ട് വല്ല തുമ്പും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ആ പോലീസുകാർ വിളിച്ചത് എന്ന് നേറ്റ് കാളിനെ അറിയിക്കുന്നു. ശേഷം മേശയിൽ നിന്നും ഒരു ഫയൽ എടുത്ത് നേറ്റ് കാളിനെ ഏൽപ്പിക്കുന്നു. കാൾ ആ ഫയൽ മറിച്ചു നോക്കിയപ്പോൾ അതിൽ ആബേൽ എന്നൊരു വ്യക്തിയുടെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസുകളും ഉണ്ടായിരുന്നു. കാൾ, അയാളായിരുന്നു തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് കാണാതായ വ്യക്തി. ശേഷം നെറ്റ് അയാളെ കാണാതായ സംഭവം കാളിന് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് ആബേലിന്റെ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം ആബേൽ ഒരു ബാറിൽ വന്ന് ബിയറും ഓർഡർ ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് തൊട്ടപ്പുറത്ത് അവന്റെ ഒരു സുഹൃത്ത് ഇരിക്കുന്നതായി അവൻ കാണുന്നു. എടാ എഡ്ഡി, നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ എന്ന് ആബേൽ അയാളോട് സംസാരിക്കുന്നു. അപ്പോൾ അയാൾ അവനെ നോക്കിക്കൊണ്ട്, ഞാൻ എഡിയല്ല, എന്റെ പേര് അലൻ എന്നാണ് എന്ന് ദേഷ്യത്തോടെ അയാൾ പറയുന്നു. ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലായോ? ഇയാളാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ഖനിയിൽ ബോംബ് വെച്ച മനുഷ്യൻ. അവിടെ ബോംബ് വെക്കും മുമ്പ് ഇയാൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്ക് കണ്ടു നോക്കാം. നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടാ, എന്റെ എഡിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്ന് ആബേൽ അവനോട് ചോദിക്കുന്നു. ഞാൻ അലലാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇനി എങ്ങനെ എന്നെ എഡി എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് അയാൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ ആബേലിന് എഡിയുടെ സ്വഭാവത്തിൽ എന്തോ വിചിത്രത തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ എഡി ആയിരിക്കില്ല എന്ന് അവൻ ചിന്തിക്കുന്നു. തുടർന്ന് അലൻ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ ആബേലിന്റെ മനസ്സ് കൺട്രോളിലാക്കുന്നു. അയാൾക്ക് എന്തോ ശക്തിയുള്ളതുപോലെ അവൻ ആബേലിന്റെ മനസ്സ് വായിക്കുന്നു. എന്നിട്ടോ അവൻ ആബേലിനെ അവിടെ നിന്ന് എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ചോരയില്ലാത്ത ആബേലിന്റെ ഡെഡ് ബോഡിയാണ് എല്ലാവരും കണ്ടത്. അന്ന് മുതൽ ആളുകളെ കൊല്ലുന്നത് അലനാണെന്ന് പോലീസിന് മനസ്സിലായി. ശേഷം നമ്മുടെ നേറ്റ് കാളിന് മറ്റൊരു ഫയൽ എടുത്തു കൊടുക്കുന്നു. അത് എഡ്ഡിയെക്കുറിച്ചുള്ള ഒരു ഫയലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ എഡ്ഡി ശരിക്കും ആരാ എന്ന് കാൾ നെറ്റിനോട് ചോദിക്കുന്നു. ഉടനെ നെറ്റ് എഡ്ഡിയുടെ കഥ പറയാൻ തുടങ്ങി. ഈ എഡ്ഡി അലനാകുന്നതിന് മുമ്പ് ഒരു സഞ്ചാരിയായിരുന്നു. അതോടൊപ്പം ഉൽക്കകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു റിസർച്ചറുമായിരുന്നു. അങ്ങനെയിരിക്കും ഒരു ദിവസം എഡ്ഡി ഒരു മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുന്നു. ആകാശത്തിലൂടെ പോകുന്ന ഉൽക്കകളെല്ലാം നിരീക്ഷിക്കുകയാണ് അവൻ. ആ സീൻ കട്ട് ചെയ്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഒരു സീനാണ് കാണിക്കുന്നത്. നമ്മുടെ നേറ്റും ഒരു കോൺസ്റ്റബിളും ഈ നഗരത്തിലുള്ള ഒരു ലോഡ്ജിലേക്ക് ചെല്ലുന്നു. അവിടെ ലോഡ്ജിന്റെ ഉടമയായ സ്ത്രീ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളാണ് പോലീസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കാരണം ആ ലോഡ്ജിൽ അലൻ എന്ന കള്ളപ്പേരിൽ എഡ്ഡി താമസിക്കുന്നുണ്ടായിരുന്നു. അവനിൽ എന്തോ സംശയമുണ്ടായതുകൊണ്ടാണ് ലോഡ്ജ് ഉടമ പോലീസിനെ വിളിച്ചത്. അങ്ങനെ നേറ്റും കോൺസ്റ്റബിളും അലന്റെ റൂമിലേക്ക് കയറുന്നു. ആ സമയം അലൻ റൂമിലില്ലായിരുന്നു. അവർ അവന്റെ റൂം തപ്പാൻ തുടങ്ങി. അങ്ങനെ ആ തിരച്ചിലിനിടയിൽ നേറ്റ് അവിടെ പന്ത് പോലെ തോന്നിക്കുന്ന ഒരു ഉരുണ്ട ഗോളം കാണുന്നു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ബോംബ് പൊട്ടിയില്ലേ, ആ ബോംബാണത്. ആ പന്ത് എന്താണെന്ന് അവർക്കാർക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺസ്റ്റബിളിന് അവിടെ നിന്ന് ഒരു കാർഡ് കിട്ടുന്നു. അത് നഗരത്തിലെ സ്വർണ്ണഖനിയിൽ ജോലി ചെയ്യുന്നവരുടെ കാർഡായിരുന്നു. അതോടെ അലൻ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പോലീസ് ചിന്തിക്കുന്നു. ഉടനെ തന്നെ അലനെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് സ്വർണ്ണഖനിയിലേക്ക് പോകുന്നു. അലന്റെ റൂമിൽ വെച്ചിട്ട് ആ പന്ത് ബോംബ് കിട്ടിയിരുന്നല്ലോ, അതും കാറിൽ വെച്ചുകൊണ്ടാണ് പോലീസുകാർ അലനെ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ അവർ ഖനിയിലേക്ക് എത്തി അവിടുത്തെ മേസ്ത്രിയോട് അലൻ ആരാണെന്ന് ചോദിക്കുന്നു. ആ സമയം അലൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ പോലീസ് വണ്ടിയുടെ പിന്നിൽ അവന്റെ പന്ത് കിടക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ അവൻ വണ്ടിയുടെ ചില്ല് അടിച്ച് പൊട്ടിച്ച് പന്തെടുക്കുന്നു. എന്നിട്ട് അതുമായി അവൻ എങ്ങോട്ടോ ഓടാൻ തുടങ്ങി. ഈ കാര്യം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന മറ്റു തൊഴിലാളികളും കാണുന്നു. അവരും അലന് പിന്നാലെ ഓടി. അങ്ങനെ അലൻ നേരെ ഓടിയത് ഖനിയിലേക്കായിരുന്നു. എന്നിട്ട് ഖനിയുടെ താഴ്ഭാഗത്തേക്ക് പോകുന്ന ഒരു ലിഫ്റ്റിന്റെ മുകളിലേക്ക് അവൻ ചാടി വീഴുന്നു. ഇതാണ് ഈ എപ്പിസോഡിന്റെ ആദ്യം നമ്മൾ കണ്ടത്. ഈ സമയം പോലീസുകാരും ഖനി തൊഴിലാളികളും അലൻ താഴേക്ക് പോകുന്നത് മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആ ലിഫ്റ്റ് തിരിച്ചു വരാതെ അവർക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല. ശേഷം അലൻ ബോംബ് പൊട്ടിക്കുന്നതായിരുന്നു എല്ലാവരും കണ്ടത്. ആ ബോംബിന്റെ ശക്തി മുകളിലേക്ക് വരെ എത്തിയിരുന്നു. അത് പൊട്ടിത്തെറിച്ചപ്പോൾ മുകളിൽ നിൽക്കുന്നവർ പോലും തെറിച്ച് പിന്നിലേക്ക് വീഴുന്നു. ഈ കാര്യങ്ങളൊക്കെ നെറ്റ് കാളിന് പറഞ്ഞു കൊടുക്കുന്നു. അവൻ എന്തിനാ ഖനിയിൽ ബോംബ് പൊട്ടിച്ചത്? മുകളിൽ നിന്ന് തന്നെ അവന് ബോംബ് പൊട്ടിച്ചുകൂടായിരുന്നു? അങ്ങനെയും അവന് രക്ഷപ്പെടായിരുന്നല്ലോ എന്ന് കാള് നെറ്റിനോട് ചോദിക്കുന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഒന്നെനിക്കറിയാം, അവന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു അസാധാരണത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. നീ അവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്ന് നെറ്റ് പറയുന്നു. അങ്ങനെ അവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവിടുത്തെ ആശുപത്രിയിലേക്ക് പോകുന്നു. നെറ്റിന്റെ പോലീസ് വണ്ടിയിലാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് കോളിന് എന്തോ ക്ഷീണം അനുഭവപ്പെടുകയുണ്ടായി. കാൾ, നിന്റെ മുഖത്ത് എന്താ ഒരു ക്ഷീണം എന്ന് നെറ്റ് കാളിനോട് ചോദിക്കുന്നു. എനിക്ക് ക്യാൻസർ ആണ്, ഇനി 6 മാസം കൂടി മാത്രമേ ഞാൻ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്ന് കാൾ പറയുന്നു. നെറ്റിന് വളരെയധികം സങ്കടം വരുന്നു. എങ്കിലും അവൻ നമ്മുടെ കാളിനെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അല്പസമയത്തിന് ശേഷം അവർ ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. കാൾ, ഇവിടെ എല്ലാം സെറ്റാണ്, നിനക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് നെറ്റ് കാളിനോട് പറയുന്നു. ശേഷം ഇരുവരും മോർച്ചറിയിലേക്ക് ചെല്ലുന്നു. അവിടെ 10ഓളം ബോഡികളുണ്ട്. അതെല്ലാം സ്ഫോടനത്തിൽ മരിച്ചവരുടെ ബോഡികളാണ്. നെറ്റിനാണെങ്കിൽ ആ ബോഡികളെല്ലാം കണ്ടിട്ട് എന്തോ അസ്വസ്ഥത ഉണ്ടാവാൻ തുടങ്ങി. അത് കാളിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നെറ്റ്, നീ ഇവിടെ നിൽക്കണമെന്നില്ല, നീ പോയി രാവിലെ വാ, അപ്പോഴേക്കും ഞാൻ ഒട്ടുമിക്ക ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്തു വെക്കാം എന്ന് കാൾ
കാൾ അവനോട് പറയുന്നു. അങ്ങനെ നേറ്റ് അവിടെ നിന്നും പോകുന്നു. ശേഷം അയാൾ ഒരു ബോഡി കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഏകദേശം 3-4 ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞു. ഓരോ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും അതിൽ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം ഒരു റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 4ാമത്തെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ആ ബോഡി അദ്ദേഹത്തിന് വിചിത്രമായി തോന്നി. അതിൽ ഒരു തുള്ളി രക്തം പോലും ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇവന് മാത്രം ചോരയില്ലാത്തത് എന്ന് കാൾ ചിന്തിക്കുന്നു. അങ്ങനെ അവരെല്ലാം ബോംബ് പൊട്ടി മരിച്ചപ്പോൾ ഓരോരുത്തരുടെയും ഡെഡ് ബോഡികൾ എവിടെയെല്ലാമായിരുന്നു കിടന്നത് എന്ന് കാൾ ഫോട്ടോയിൽ നോക്കുന്നു. ഈ 4ാമത്തെ ബോഡി കിടന്നിരുന്നത് അലന്റെ ബോഡിയുടെ തൊട്ടപ്പുറത്തായിരുന്നു. അതായത് അലന്റെ ബോഡിയിൽ എന്തോ ഒന്നുണ്ട്, അതായിരിക്കാം ഇവന്റെ ബോഡിയിലുള്ള ചോര ഇല്ലാതാക്കിയത് എന്ന് കാള് ചിന്തിക്കുന്നു. പിന്നെ പറയാനുള്ളത്, അലൻ ഖനിയിലൂടെ ഓടുന്ന സമയത്ത് ആ ബോംബ് പൊട്ടിത്തെറിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ആ സ്ഫോടനത്തിൽ അലനും മരിച്ചിരുന്നു. മാത്രമല്ല അന്ന് ആ സമയത്ത് ഖനിക്കുള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാവരും മരിച്ചിരുന്നു. ആ ഇൻസിഡന്റ് എന്തോ തന്നെ ആയിക്കോട്ടെ, പക്ഷെ അലന്റെ ബോഡിയിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ കാളിനും താല്പര്യമാവുന്നു. അതുകൊണ്ട് അദ്ദേഹം അവന്റെ ബോഡി എടുക്കാനായി മോർച്ചറിയിലേക്ക് പോകുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോഡിക്ക് അനക്കം സംഭവിക്കുന്നു. അത് കണ്ട് കാൾ നന്നായി പേടിച്ചുപോയി. ആ അനക്കം സംഭവിച്ച ബോഡി അലന്റേതായിരുന്നു. അത് സ്ട്രക്ചറിൽ നിന്ന് നിലത്തേക്ക് വീഴുന്നു. എന്നിട്ട് കാളിന്റെ അടുത്തേക്ക് നീങ്ങി വരാൻ തുടങ്ങി. ഒരു സോംബിയെ പോലെയായിരുന്നു അതിന്റെ രൂപം. അത് കണ്ട് കാൾ പേടിച്ച് പിറകേട്ട് പോകുന്നു. ആ ബോഡിയാണെങ്കിൽ കാളിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ പട്ടിണിയിലാണ്, എന്നെ സഹായിക്കൂ, അലന്റെ ബോഡി അവനോട് പറയുന്നു. അത്ഭുതവും പേടിയും നിറഞ്ഞ് കാൾ അതിനോട് ചോദിക്കുന്നു, നീ ആരാ, ഞാൻ എന്തിനു നിന്നെ സഹായിക്കണം? അതോടെ അലന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ടെന്ന് കാളിന് ഉറപ്പാവുന്നു. എനിക്ക് ജീവിക്കാൻ നല്ലൊരു ശരീരം വേണം. നിങ്ങളുടെ ശരീരം എനിക്ക് യോജിച്ചതാണ്. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ശരീരത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഈ ശരീരം മതി എന്ന് അലൻ കാളിനോട് പറയുന്നു. അടുത്ത നിമിഷം തന്നെ അലന്റെ വായിൽ നിന്ന് ഒരുപാട് നാവുകൾ പുറത്തേക്ക് വരികയും കാളിനെ പിടികൂടുകയും ചെയ്തു. അതോടെ കാളിന്റെ ബോധം പോയി. അങ്ങനെ അല്പസമയത്തിന് ശേഷം കാളിന് ബോധം വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈകാലുകൾ കെട്ടി നഗ്നനാക്കി ഒരു സ്ട്രക്ചറിൽ കിടത്തിയിരുന്നു. അലൻ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അലൻ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാളിന് ഒരെത്തും പിടികിട്ടിയില്ല. ശേഷം അലൻ കാളിന്റെ അടുത്തേക്ക് വന്ന് സ്വന്തം വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുന്നു. നീ എന്താ ചെയ്യുന്നത്? കാൾ അവനോട് ചോദിക്കുന്നു. എനിക്ക് നിന്റെ ശരീരം വേണം. ഞാനിപ്പോൾ ഉള്ളത് എഡ്ഡിയുടെ ശരീരത്തിലാണ്. അവൻ മരിച്ചെന്ന് ലോകമറിഞ്ഞു. ഇനി എനിക്ക് ഈ ശരീരത്തിൽ നിൽക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ ശരീരം വേണം എന്ന് പറഞ്ഞ് അലൻ കാളിനെ കിടത്തിയ സ്ട്രക്ചറിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ട്രക്ചറിൽ കയറി കിടക്കുന്നു. അതിനുശേഷം അലൻ അവന്റെ സത്യകഥ എന്തെന്ന് കാളിനോട് പറയുന്നു. ഞാൻ ഉൽക്കയിൽ ജീവിക്കുന്ന ഒരു ഏലിയനാണ്. കുറെ മുമ്പ് നടന്ന ഒരു പൊട്ടിത്തെറിയിൽ ഞാൻ ഈ ലോകത്ത് എത്തിപ്പെടുകയുണ്ടായി. ഞാൻ ഒരു പന്ത് പോലെ തോന്നിക്കുന്ന ഒരു ഗോളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എഡ്ഡി ഞാനുള്ള ആ ഗോളം കണ്ടെത്തി. എന്നിട്ട് അത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് അലൻ പറയുന്നു. ശേഷം സീനിൽ നീരാളിയെ പോലെ തോന്നിക്കുന്ന ഒരു ജീവി ആ ഗോളത്തിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. ആ ഗോളം എഡ്ഡിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ വായിലേക്ക് ആ ജീവി കയറി ചെല്ലുന്നു. അങ്ങനെയാണ് എഡ്ഡിയുടെ ഉള്ളിലേക്ക് ആ ജീവി കയറുന്നത്. അതിനുശേഷമാണ് അവൻ അലനായി മാറിയത്. പിന്നീട് എഡ്ഡി ചെയ്ത ഓരോ കാര്യങ്ങളും ആ ജീവിയാണ് ചെയ്തത്, അല്ലാതെ എഡ്ഡി ആയിരുന്നില്ല. ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം അലൻ കാളിന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അലൻ സ്വന്തം ബോഡി കത്തിയെടുത്ത് കുത്തി മുറിക്കുന്നു. അതായത് നമ്മുടെ എഡ്ഡിയുടെ ബോഡി. അവന്റെ ബോഡിയുടെ ഉള്ളിലുള്ള ആ ജീവിയെ പുറത്തെടുത്ത് കാളിന്റെ ഉള്ളിലേക്ക് കയറ്റാനാണ് അലന്റെ പ്ലാൻ. അങ്ങനെ അലൻ സ്വന്തം ശരീരം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന കാര്യവും അവൻ കാളിനോട് പറയുന്നു. എനിക്ക് എല്ലാവരുടെയും രഹസ്യം വായിക്കാൻ കഴിയും. എനിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഞാൻ മനുഷ്യരക്തമാണ് കുടിക്കാറുള്ളത്. എനിക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ഞാൻ ഓരോരുത്തരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലും. എന്നിട്ട് അവരുടെ രക്തം കുടിക്കും. എനിക്ക് മനുഷ്യരെ കൊല്ലണമെന്ന ഉദ്ദേശമില്ല. പക്ഷെ നിങ്ങൾ ഒരു നാൾ ഞങ്ങളുടെ വർഗത്തെ കണ്ടെത്തും. അന്ന് ഞങ്ങളുടെ ശക്തി നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കും. അതുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ നിങ്ങളിൽ ഓരോരുത്തരിലും ജീവിക്കുന്നത് എന്ന് അലൻ കാളിനോട് പറയുന്നു. അതോടെ ചില ബോഡികളിൽ ചോരയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കാളിന് മനസ്സിലാവുന്നു. അങ്ങനെ അലൻ വയർ മുഴുവൻ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് വയറിൽ നിന്നും ആ ജീവിയെ പുറത്തെടുക്കുന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ കാൾ നന്നായി പേടിക്കുന്നു. ശേഷം അലൻ കാളിന്റെ വയറ്റിൽ കത്തികൊണ്ട് ഒരു മുറിവുണ്ടാക്കുന്നു. കാളിന്റെ ഉള്ളിലേക്ക് ആ ജീവിയെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ആ മുറിവ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ജീവിയുടെ മുഴുവൻ അവയവവും അലന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതോടെ അലൻ മരണപ്പെടുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ജീവി കാളിന്റെ വയറ്റിലുണ്ടായിരുന്ന മുറിവിലൂടെ അവന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. കാളിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ ഒരിക്കലും തടയാൻ കഴിയില്ലെന്ന് അയാൾ തിരിച്ചറിയുന്നു. കാളിന്റെ കയ്യിൽ ഒരു സർജിക്കൽ ബ്ലേഡ് ഉണ്ടായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് സ്വയം മരിക്കാൻ കാൾ തീരുമാനിക്കുന്നു. എന്തായാലും ആ ജീവി തന്റെ ഉള്ളിൽ കയറും. അതുകൊണ്ട് തന്നെ തന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ജീവി പിന്നീട് ഒരിക്കലും പുറത്തിറങ്ങരുതെന്ന് കാൾ കരുതുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ ചെവികളും കണ്ണുകളും സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കുത്തി പൊട്ടിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിന് കണ്ണ് കാണാനും ചെവി കേൾക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ജീവിക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ആ ജീവി അവന്റെ ഉള്ളിൽ കിടന്ന് പട്ടിണി കിടന്ന് ചാവും. അങ്ങനെ ആ ജീവി ഈ ലോകത്തോട് വിട പറയും. എന്തായാലും തനിക്ക് 6 മാസം കൂടിയേ ആയുസുള്ളൂ. എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ്. തന്റെ മരണം കൊണ്ട് ഒരുപാട് പേരെ രക്ഷിക്കാമെന്ന ചിന്തയോടുകൂടിയാണ് കാൾ ആ തീരുമാനമെടുത്തത്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ആ ജീവി മുഴുവനായും കാളിന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറി. എന്നിട്ട് കാളിനെ എഴുന്നേൽപ്പിക്കുന്നു. ശേഷം അത് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയെങ്കിലും കണ്ണ് കാണാത്തതുകൊണ്ട് അദ്ദേഹം താഴെ വീഴുന്നു. അയാളുടെ ശരീരം മുഴുവൻ രക്തത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ആ
സമയത്താണ് നേറ്റ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോഴേക്കും സമയം രാവിലെ ആയിരുന്നു. നമ്മുടെ നേറ്റ് അങ്ങോട്ടേക്ക് കയറി വരുന്നു. താൻ വിളിച്ചതുകൊണ്ടാണല്ലോ കാൾ ഈ നഗരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് കാളിന് ഒരു ഗിഫ്റ്റ് എല്ലാം വാങ്ങിക്കൊണ്ടായിരുന്നു നേറ്റിന്റെ വരവ്. പക്ഷേ മോർച്ചറിയിൽ മരിച്ചു കിടക്കുന്ന കാളിനെയാണ് അവൻ കണ്ടത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നേറ്റ്. ആ സമയത്ത് അവിടെ റെക്കോർഡിംഗ് ഉപകരണം ഓണായി കിടക്കുന്നത് നേറ്റ് കാണുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആ ഉപകരണത്തിൽ അലനും കോളും സംസാരിച്ചതെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. അത് ഇപ്പോൾ നേറ്റിന് മനസ്സിലാകും. അത് അവൻ പുറം ലോകത്തെ അറിയിച്ചോളും എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന സൂചനയോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്.